CPM-നെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം പ്രതിരോധത്തിലാകുന്ന നിമിഷം കൂടിയാണിത്. 91 മുതൽ 96 വരെ കോന്നി MLA ആയിരുന്നു. 2017-19 കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയത് A. പത്മകുമാർ. DYFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. കൂടാതെ അദ്ദേഹം 32 വർഷം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 42 വർഷം ജില്ലാ കമ്മിറ്റി അംഗമായി. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. തുടർന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ തരത്തിലേക്ക് വർഷങ്ങളോളം ഈ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് അറസ്റ്റിലായിരിക്കുന്നത്. S. വിജയകുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ വിജയകുമാർ, പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ഉന്നതൻ അറസ്റ്റിലായിരിക്കുന്നു. N. വാസുവിന് പാർട്ടിയുമായുള്ള അടുപ്പം, ബന്ധം അത് നമുക്കറിയാവുന്നതാണ്. അതിനേക്കാൾ മുകളിലുള്ള മറ്റൊരു നേതാവ് അറസ്റ്റിലാകുമ്പോൾ അത് പാർട്ടിക്ക് നൽകുന്ന പ്രതിരോധം ചില്ലറയല്ല. അനുജ, എൻ്റെ പക്കൽ ഒരു പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അത് NSS ഓഡിറ്റോറിയം ആറന്മുള, അവിടെ 22/11/2025 ശനിയാഴ്ച, അതായത് ഈ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഡോക്ടർ TM തോമസ് ഐസക്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറന്മുള ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കൺവെൻഷൻ ഉണ്ട്, ഒരു പഞ്ചായത്ത് തല കൺവെൻഷൻ. അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്ന പേരുള്ള ആദ്യത്തെ പേര് സഖാവ് A. പത്മകുമാർ, XMLA CPIM എന്നതാണ്. രണ്ടാമത്തെ പേരാണ് R. അജയകുമാർ CPIM. അപ്പോൾ CPM-ന്റെ ഈ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ അതിലെ പത്തനംതിട്ടയിലെ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ വളരെ സജീവമായി അതിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് കേവലമാത്ര പ്രസക്തമായ ഒരു അറസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് വലിയ ദൂരവ്യാപക രാഷ്ട്രീയ പ്രത്യാഘാതം ഇടതുമുന്നണിയിൽ, പ്രത്യേകിച്ച് CPM-ൽ ഉണ്ടാക്കാൻ പോകുന്നത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.